SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ അഴിമതി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് സർക്കാർ. മൈക്രോ ഫിനാൻസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനാണ് സർക്കാരിന്റെ നീക്കം. SP S ശശിധരനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിലനിർത്താമെന്ന് ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പിൽ നിന്നാണ് സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോകുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ശശിധരനെ മാറ്റാൻ ആലോചിക്കുന്നത്? ആര്യ, അതുതന്നെയാണ് വ്യക്തമാകേണ്ടത്. കാരണം ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയ ഉറപ്പ് വിജിലൻസിൽ നിന്ന് സ്ഥലം മാറി പോകുന്നുണ്ടെങ്കിലും SP S ശശിധരൻ തന്നെ ഈ മൈക്രോ ഫിനാൻസ് കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നതായിരുന്നു. അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷേ ആ ഉത്തരവല്ല ഇറങ്ങിയത്. പകരം ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി തന്നെ നേരിട്ട് ഹൈക്കോടതിയിലെത്തി ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപായമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ SP അന്വേഷിച്ചിരുന്ന ഒരു കേസ് അതിനേക്കാൾ ഉയർന്ന DIGയിലേക്ക് മാറ്റാം. ഒരു DIGയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കുമെന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ന്യായവാദമായി കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിൻ്റെ ഒരു സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ ഫിനാൻസ് കേസിലെ പ്രധാനപ്പെട്ട പ്രതി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. സർക്കാർ ഫണ്ടിന്റെ ദുരുപയോഗമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇത് അഴിമതി കേസാണ്. അഴിമതി കേസിൽ കുറ്റപത്രം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് അന്തിമമായ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഹൈക്കോടതി തന്നെ ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കണം എന്നതാണ് സമയപരിധി നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കാം എന്നൊരു നിലപാടുമായി സർക്കാർ എത്തുന്നത്. അവിടെയാണ് സംശയം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് DIG K കാർത്തിക്കിനെ SIT ആയി നിയോഗിക്കാം. അതാകുമ്പോൾ സംസ്ഥാന തലത്തിൽ വിശദമായ അന്വേഷണം നടത്താമെന്നാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ഈ കേസിന്റെ അന്വേഷണം ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹർജിക്കാരൻ ഈ തീരുമാനത്തെ എതിർക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ രാഷ്ട്രീയമായി കാണുമ്പോൾ മറ്റൊരു വശം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നത് സർക്കാരുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സമുദായ നേതാവാണ് എന്നതാണ്. അദ്ദേഹത്തിനെതിരായ ഒരു കേസിലാണ് പെട്ടെന്ന് സർക്കാർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നും പുതിയൊരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം രണ്ട് കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ ആലോചിക്കുന്നത് സർക്കാർ? അതൊന്ന്. കോടതിക്ക് കൊടുത്ത ഉറപ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് സർക്കാർ പിന്നോട്ട് പോകുന്നത്? അന്വേഷണം ഇനിയും വളരെയധിക കാലം നീളുമെന്ന് ഉറപ്പുണ്ട് ഇങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ തിടുക്കപ്പെട്ട ഒരു ആലോചന എന്നുള്ളതാണ്. അതിനാണ് നമുക്ക് മറുപടി ലഭിക്കേണ്ടത്. കൊച്ചിയിൽ നിന്ന് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.